ഗൈസ് രാവിലെ 5:05 മണിയാണ്. ഫ്രണ്ട്സ് തലേ ദിവസം വിളിച്ചിട്ട് എങ്ങോട്ടേലും ഒരു ട്രിപ്പ് പോയാലോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പെട്ടെന്നുണ്ടായ ഒരു ട്രിപ്പാണിത്. പാലക്കാട് കൊല്ലങ്കോടും അതുപോലെ തന്നെ നെല്ലിയാമ്പതിയാണ് നമ്മുടെ പ്ലാനിങ്ങിലുള്ളത്. ഈ രണ്ട് സ്ഥലങ്ങളും നമ്മുടെ അടുത്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ രണ്ട് സ്പോട്ടുക്കും ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. Looking for a shade when it's hot, I've been low key and I'm trying to stop. Got down feeling good, yeah, but when off I go. Pretty afternoon, it's a fast forward. Looking at the skyline, looking back at my life, and I gotta say it's one of a kind. Yeah, but when off I go. Pretty afternoon. പാലക്കാട് കൊല്ലങ്കോട് ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വെറും 80 കിലോമീറ്റേഴ്സേ ഉള്ളൂ. പ്രകൃതി ഭംഗി ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഈ നാട്ടിലേക്ക് പോരെയും അത്രയും അടിപൊളി എന്ന് പറഞ്ഞാലും പോരാ. മയിലിനെ കണ്ടിട്ട് അതിൻ്റെ പിന്നാലെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. എന്താ ചെയ്യണം ഇവിടെ? കൊല്ലംകോട് ജയിലിൽ Some smile back, some might not. I'm always looking for a shade when it's hot. I've been low key and I'm trying to stop. Got down feeling good, yeah, but when off I go. Really afternoon, it's a fast forward. Looking at the skyline, looking back at my life. ഇവിടുന്ന് ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കുന്ന സമയത്ത് നെല്ലിയാമ്പതിയിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ആ മലക്കപ്പുറത്താണ് നെല്ലിയാമ്പതി. ഇവിടെ നടക്കേണ്ട ദൂരമുള്ളൂ, പക്ഷെ അങ്ങനെ റൂട്ടില്ല. വണ്ടി കൊണ്ട് പോകുന്ന സമയത്ത് ചുറ്റി കറങ്ങിയിട്ട് തന്നെ പോകണം. ഏകദേശം 30-35 കിലോമീറ്ററോളം ഇവിടുന്ന് നെല്ലിയാമ്പതിയിലോട്ടുണ്ട്. ഈ ഭാഗത്താണെങ്കിൽ ചാർജിങ് സ്റ്റേഷൻ ഇല്ല, ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ ഇല്ലാത്തൊരു ഡ്രൈ ഏരിയയിലാണ് നമ്മൾ നിന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നെല്ലിയാമ്പതി പോയിട്ട് അവിടുന്ന് കറങ്ങിയിട്ട് വേണം ആ ചുരം ഇറങ്ങി വന്നിട്ട് പിന്നെ പാലക്കാട് വന്നിട്ടുള്ള ചാർജിങ് സ്റ്റേഷനിൽ ചാർജ് ചെയ്യാൻ. എത്തുമെന്നുള്ളത് നമുക്ക് അറിയില്ല. ഒക്കെ ഒരു പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലങ്കോട് ഭാഗത്ത് നിന്ന് വണ്ടി തിരിക്കുന്ന സമയത്ത് വണ്ടിയിലുണ്ടായിരുന്ന ചാർജ് 68% ആയിരുന്നു. പ്ലഗ് ഷെയർ എടുത്തിട്ട് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ചാർജിങ് സ്റ്റേഷൻ ഉണ്ടോ എന്നുള്ളത് തിരഞ്ഞു നോക്കുന്ന സമയത്ത് കാണുന്നത് നെന്മിനി ഭാഗത്തൊരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. ഏകദേശം 20-25 കിലോമീറ്റർ ഡിഫറൻസിലൊക്കെ ഒരു ചാർജിങ് സ്റ്റേഷൻ കാണിക്കുന്നുണ്ട്. അത് KSEBിയുടെ ചാർജിങ് സ്റ്റേഷൻ ആയിട്ടൊക്കെയാണ് എനിക്ക് തോന്നിയത്. ആ ഫോട്ടോ കാര്യങ്ങളൊക്കെ അതിൽ അവൈലബിൾ ആണ്. അതിലൂടെ നോക്കുന്ന സമയത്ത് പ്ലഗ് ഷെയറിലാകട്ടെ അത് കംപ്ലൈൻ്റ് ആണെന്ന് കാണിച്ചിട്ടുമുണ്ട്. ഞാൻ KE മാപ്പ് എന്നുള്ള KSEBിയുടെ ആപ്ലിക്കേഷൻ എടുത്തിട്ട് അങ്ങനെ ഒരു ചാർജിങ് സ്റ്റേഷൻ ഇവിടെ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ KE മാപ്പിൽ അങ്ങനെ ഒരു ചാർജിങ് സ്റ്റേഷൻ കാണിക്കുന്നുമില്ല. ഇത് ആരുടെ ചാർജിങ് സ്റ്റേഷനാണെന്നുള്ളത് അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് അടിക്കുക, അത് വർക്കിംഗ് ആണോ എന്താണെന്നുള്ളത്. ഇവിടെ ആകെയുള്ള അടുത്തുള്ളൊരു ചാർജിങ് സ്റ്റേഷൻ അതാണ്. പിന്നെ ഉള്ളത് പാലക്കാട് ഭാഗത്താണ്. Yeah, but when off I go. Really afternoon, it's a fast forward. Looking at the skyline, looking back at my life, and I gotta say it's one of a kind. Yeah, but when off I go. Really afternoon, it's a നമ്മുടെ കയ്യിലുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഒലയാണ്. അതിൽ ചുരം കയറുന്ന സമയത്തുള്ള ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1% പോകേണ്ടടുത്തൊക്കെ 2% വെച്ചിട്ടാണ് പോകുക. അതായത് 30% കൊണ്ട് പോകേണ്ട സ്ഥലത്തേക്ക് നമുക്ക് 60% എടുത്തിട്ട് ചാർജ് ഡ്രോപ്പ് ആയിട്ടൊക്കെ എത്തേണ്ടി വരും. വളരെ പ്രശ്നമാണ്. നമ്മുടെ കാൽക്കുലേഷൻ ആകെ തെറ്റിപ്പോകും. എന്നാൽ ഈ വണ്ടിയിൽ അങ്ങനെയല്ല. ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് തന്നെ പറയാം. നമുക്ക് സാധാരണ റോട്ടിലൂടെ പോകുന്ന ആ ഒരു ചാർജ് ഡ്രോപ്പ് തന്നെ ഉള്ളൂ, ചുരം കയറുന്ന സമയത്തും വരുന്നുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമാണ് ഈ വണ്ടിയുടെ പുള്ളിങ്. മറ്റുള്ള IC എഞ്ചിനുള്ള വെഹിക്കിൾസ് ചുരം കയറുന്ന സമയത്ത് ആ ചുരം കയറാനുള്ള സ്ട്രഗിൾ എടുക്കുന്ന സമയത്ത് ഈ വണ്ടി സ്മൂത്തായിട്ട് കയറി പോകുന്നുണ്ട്. when off I go. Really afternoon, it's a fast forward. Looking at the skyline, looking back at my life, and I gotta say it's one of a kind. Yeah, but when off I go. Really afternoon, it's a fast forward. ഗൈസ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ റൂട്ട് നെല്ലിയാമ്പതി റൂട്ടാണ്. നെല്ലിയാമ്പതി ചുരമാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. സമയം ഉച്ചക്ക് 1 മണിയാണ്. അതായത് നട്ടുച്ചക്കാണ് ഈ ചുരത്തിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഫീലിംഗ് ഒന്നുമില്ല. ഒരു ഊട്ടി പോയ പോലെയോ അല്ലെങ്കിൽ ഒരു കൊടൈക്കനാൽ പോയ ഫീലിംഗ് ഒക്കെയാണ്. കോട ഇറങ്ങിയിട്ട് നല്ല തണുപ്പാണ്. വെയിൽ എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. Got down feeling good, yeah, but when off I go. Really afternoon, it's a fast forward. Looking at the skyline, looking back at my life, and I gotta say it's one of
I'm always looking for a shade when it's hot. I've been low key and I'm trying to stop. God, I'm feeling good. Yeah, but when off I go. Pretty afternoon, it's a fast forward. Looking at the skyline, looking back at my life, and I gotta say it's one of a kind. Yeah, but when off I go. Pretty afternoon, it's a fast forward. Looking at the skyline, looking back at my life, and I gotta say it's one of a kind. നെല്ലിയാമ്പതി വ്യൂ പോയിൻ്റ് കാണുക, എന്നിട്ട് നാട്ടിലോട്ട് തിരിക്കുക. പാലക്കാട് വെച്ചിട്ട് ചാർജ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലുള്ള പ്ലാന്. വേറെ ഒരു ചാർജിങ് സ്റ്റേഷനും ഇവിടെ ഏരിയയിലൊന്നുമില്ല. വണ്ടി തിരിച്ചിറങ്ങുമ്പോഴേക്കും എത്ര ചാർജ് ആവും എന്നുള്ളതൊന്നും ഐഡിയ ഇല്ല. അപ്പോൾ വണ്ടിയിലാകട്ടെ 40-42% ചാർജ് ഉള്ളത്. Yeah, but when off I go. Pretty afternoon, it's a fast forward. Looking at the skyline, looking back at my life, and I gotta say it's one of a kind. Yeah, but when off I go. Pretty afternoon, it's a fast forward. Looking at the skyline, looking back at my life, and I gotta say it's one of a kind. KSRTCയുടെ ആനവണ്ടി ഇവിടെയും കണ്ടു. നോർമൽ സർവീസാണെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നീട് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് KSRTCയുടെ ഉല്ലാസയാത്രയാണ്. റോഡാണെങ്കിൽ വളരെ വീതി കുറവുള്ള റോഡാണ് ഈ നെല്ലിയാമ്പതി റൂട്ട്. ഈ ആനവണ്ടി മുന്നിലുണ്ടായതുകൊണ്ട് ഫുള്ള് ബ്ലോക്കാണ്. എല്ലാവരും വരിയായിട്ട് അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലോക്ക് ഇങ്ങനെ വരുന്നു, വണ്ടി നിർത്തുന്നു. കുറേ ടൈം ഇങ്ങനെ എടുത്തിട്ടാണെങ്കിലും ശരി ചുരം ഇങ്ങനെ ഇറങ്ങിപ്പോരാണ്. നമുക്കാണെങ്കിൽ ഈ ചുരത്തിൽ റീജൻ റിട്ടേൺ പിടിക്കാന്നുള്ള തരത്തിലൊക്കെ വിചാരിച്ചിട്ടാണ് വണ്ടി എടുത്ത് പോകുന്നത്. പക്ഷേ ഇങ്ങനെ ബ്ലോക്ക് ആണെങ്കിൽ എന്ത് റീജൻ. ഇലക്ട്രിക് വണ്ടികൾക്കുള്ളൊരു ഗുണം ഇത് തന്നെയാണ്. ചുരം ഇറങ്ങുന്ന സമയത്ത് ചാർജ് ഇങ്ങനെ റിട്ടേൺ കയറും. ചാർജ് റിട്ടേൺ കയറി ഇപ്പോൾ 45% ചാർജ് ആയിട്ടുണ്ട്. പാലക്കാട് ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷന് ഒരുപാടുണ്ട്. പക്ഷേ എല്ലാം റേറ്റ് കൂടുതലാണ്. തമിഴ്നാടിൻ്റെ ബോർഡർ ആയതുകൊണ്ട് എന്താണെന്നറിയില്ല, യൂണിറ്റ് ചാർജ് 25 രൂപയൊക്കെയാണ് എല്ലാ ചാർജിങ് സ്റ്റേഷനുകളും ഉള്ളത്. അതായത് നമ്മുടെ ടാറ്റയുടെ ചാർജിങ് സ്റ്റേഷനുണ്ട്, സിയോണിൻ്റെ ചാർജിങ് സ്റ്റേഷനുണ്ട്, BPCL ഉണ്ട്. ഇതൊക്കെ ചാർജ് റേറ്റ് കൂടുതലാണ്. എന്നാൽ നമ്മുടെ ഗോ ഈസിയുടെ ചാർജിങ് സ്റ്റേഷൻ അവിടെ ഉണ്ട്. ഇവരുടെ റേറ്റാണ് നമ്മുടെ അത്ഭുതപ്പെടുത്തുക. അതായത് KSEBയുടേത് 15-16ഒക്കെയാണ് യൂണിറ്റിനെങ്കിൽ അവരെക്കാളും റേറ്റ് കുറവാണ് ഗോ ഈസിയുടെ ചാർജിങ് സ്റ്റേഷനുകളിൽ. വെറും 14 രൂപയാണുള്ളത്. അവരുടെ മെമ്പർഷിപ്പോ അങ്ങനെ ഒന്നുമില്ല. EVOKൻ്റെ പോലെ നമുക്ക് ആർക്കും അവിടെ വന്നിട്ട് ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 14 സംതിങ്ങിന് നമുക്ക് ചാർജ് ചെയ്ത് പോരാം. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെ I am going to signing off. This is your friend Fasi Muhammad.